അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് ഞാൻ ഏറെ സന്തോഷം നിറഞ്ഞ ദിനത്തിലാണ്. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ച നേതാക്കളോടൊപ്പം ഇന്നത്തെ ദിനം നമ്മൾ ചിലവഴിക്കുകയാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് VP റഷീദ് മാസ്റ്റർ, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി MT അഫ്സൽ, അവരുടെ ലീഡർഷിപ്പാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും UDFൻ്റെ കൈകളിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. പിന്നെ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയങ്കരനായ റഷീദ് മാസ്റ്റർ, അതുപോലെ തന്നെ അഫ്സൽ അടങ്ങുന്ന ടീം നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട റഷീദ് മാസ്റ്ററോടാണ് ആദ്യമായി നമ്മൾ ചോദിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്കും, അതോടൊപ്പം തന്നെ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് UDFൻ്റെ ജനറൽ കൺവീനറായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട വ്യക്തി എന്നുള്ള നിലക്കും റഷീദ് മാസ്റ്റർക്ക് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. പ്രിയപ്പെട്ട റഷീദ് മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുക. വളരെയധികം സന്തോഷം നിറഞ്ഞ ദിനങ്ങളാണിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് എണ്ണിയതിന് ശേഷം താഴേക്കോട് പഞ്ചായത്തിൽ അഭൂതപൂർവമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് നമ്മുടെ ടീം UDFൻ്റെ പ്രവർത്തനമാണ് അതിന് കാരണമായത്. നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഒന്നടങ്കം പ്രവർത്തിച്ചു. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ വളരെ നേരത്തെ തന്നെ ഇതിനു വേണ്ടി ഈ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചേ നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു വാശിയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ ഭരണപരാജയം അത് ജനങ്ങളിൽ വളരെ അധികം വേദന ഉണ്ടാക്കിയ ഒന്നായിരുന്നു. ജനങ്ങൾ അവസരം കാത്തിരിക്കുകയായിരുന്നു. ഈ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് പോകണമെന്നുള്ള വാശി ജനങ്ങൾക്കുമുണ്ടായി എന്നുള്ളതാണ്. അതായത് ഈ ഭരണത്തെ മാറ്റി മറിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് താഴേക്കോട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു വാശിയായതാണ് UDFന് ഏറെ ഗുണകരമായത്. നേരത്തെ തന്നെ താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് വാർഡ് കമ്മിറ്റികളുടെ സഹകരണത്തോടു കൂടി വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ വളരെ മുൻപന്തിയിലേക്ക് പോകാൻ നമുക്ക് സാധിച്ചു. 3600 ചില്ലാനം വോട്ടുകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുതിയ വോട്ടർമാരെ ചേർക്കാൻ സാധിച്ചു. ആ കന്നി വോട്ടർമാർ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ നിന്നു. മറ്റൊന്ന്, നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ, ഒരു റിബലോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ പാർട്ടി തലത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമാണ്, പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സാധാരണയായിട്ട് അങ്ങനെയാണ് കണ്ടുവരാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ സന്ദർഭോചിതമായി ഇടപെട്ടുകൊണ്ട് ഓരോ വാർഡിലും പോയി എല്ലാ പ്രവർത്തകരെയും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ മുന്നോട്ട് വരികയും അതിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചത്. പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മൊത്തത്തിൽ ഞങ്ങൾ 9 അംഗങ്ങളുടെയും ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രധാനമായിട്ടും കണ്ടത് പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ മത്സര രംഗത്തിൽ നിന്ന് മാറി നിന്നാലും ഞങ്ങൾക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരാഗ്രഹമാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായത്. അങ്ങനെ മത്സര രംഗത്തില്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായി നേതൃത്വം നൽകിക്കൊണ്ട് എല്ലാ വാർഡുകളിലും ഇടപെടാനും എല്ലാ വാർഡുകളിലും പോയി പിന്നെ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാനും മാത്രമല്ല പല വാർഡുകളും ഞങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത കുറച്ച് വാർഡുകളുണ്ടായിരുന്നു. നമുക്ക് പ്രയാസം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുടെ വാർഡുകളൊക്കെ, അങ്ങനെയുള്ള വാർഡുകളിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഹൗസ് ക്യാമ്പയിൻ വരെ ഞങ്ങൾ നടത്തി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മുമ്പൊന്നും അങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റി നേരിട്ട് ഹൗസ് ക്യാമ്പയിൻ മറ്റു വാർഡുകളിൽ പോയി നടത്തിയതായിട്ട് ഓർമ്മയില്ല. അതുകൂടി ഇപ്രാവശ്യം ഞങ്ങൾ പരീക്ഷിച്ചു. ജനങ്ങൾ ഒന്നടങ്കം ഞങ്ങളുടെ കൂടെ നിന്നു. UDFും ഐക്യജനാധിപത്യ മുന്നണിയിലും ഒരു വിള്ളലോ പ്രശ്നമോ ഒന്നും ഇല്ലാത്തൊരു രൂപത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇനി നല്ലൊരു ഭരണം കാഴ്ചവെക്കണം. അതായത് പഞ്ചായത്തിൽ ഒരു വികസന വിപ്ലവം, ഒരു വികസനത്തിൻ്റെ വസന്തോത്സവം തീർക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ മെമ്പർമാരെല്ലാവരും അതിന് കരുത്തരാണ്. നല്ലൊരു ടീമായിട്ട് ഞങ്ങൾ ഉണ്ടാവും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് മുസ്ലിം ലീഗ് പാർട്ടിക്കും ഞങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണിക്കും ഇത് സംബന്ധിച്ച് പറയാനുള്ളത്.
ഏതായാലും വളരെ കൃത്യമായി തന്നെ കുറഞ്ഞ വാക്കുകളിൽ റഷീദ് മാഷ് ഇനിയും നമ്മളോട് പ്രതികരിക്കും. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായി തന്നെയാണ് അടിവരയിട്ട് പറയുന്നൊരു വിഷയം റഷീദ് മാഷ് പറഞ്ഞ പോയിന്റിലാണ്. കിങ് മേക്കേഴ്സ്, അതായത് മത്സരിക്കാൻ അവസരം ഉണ്ടായിട്ടും അതിന് നിൽക്കാതെ പാർട്ടി നേതൃത്വം എന്നുള്ള നിലക്ക് അതിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകി എന്നുള്ളത്, രണ്ടുപേർക്കും പാർട്ടി അവർക്ക് മത്സരിക്കാൻ അവസരം നൽകും എവിടെയാണെങ്കിലും അതൊന്നും വകവെക്കാതെ പാർട്ടിയെ ജയിപ്പിക്കാനുള്ള ഒരു നേതൃപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ നേരത്തെ റഷീദ് മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരമായി തന്നെ 1 മുതൽ 24 വാർഡുകളിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാനും ഹൗസ് ക്യാമ്പയിൻ അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടാനും അവർക്ക് സാധിച്ചു എന്നുള്ളത് ഒരു പോയിൻ്റായിട്ട് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന് തന്നെ അതൊരു വലിയൊരു പോയിൻ്റായിട്ട് ഞങ്ങൾ പറയും. കാരണം ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള മത്സരരംഗത്തില്ലാതെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തന്നെയാണ് കൃത്യമായിട്ട് പഞ്ചായത്തിലുടനീളം അത് പ്രവർത്തനം സജ്ജമാക്കാനും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് ആക്കം കൂട്ടാനും അവരെ ഊർജ്ജസ്വലമാക്കാനും കഴിയുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. കൃത്യമായി തന്നെ പ്രിയങ്കരനായ നിയോജകമണ്ഡലം MLA പ്രിയപ്പെട്ട നജീബ് കാന്തപുരം അത് എടുത്ത് ഇവരെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ച വിഷയങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പറയുമ്പോൾ പ്രവാസ രംഗത്ത് KMCCയുടെ രംഗത്തൊക്കെ പ്രവർത്തിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. ജനറൽ സെക്രട്ടറിയായി ഈ രംഗത്ത് വന്ന് മുസ്ലിം ലീഗിൻ്റെ താക്കോട് പഞ്ചായത്തിന് ജനറൽ സെക്രട്ടറിയായി രംഗത്ത് വന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ തന്നെ വലിയ ഒരു മാർജിനിൽ ഈ മുസ്ലിം ലീഗ് പാർട്ടിയെയും അതുപോലെ തന്നെ UDFനെയും എത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം ഈ സമയത്ത് നൽകേണ്ടതുണ്ട്. ജനറൽ സെക്രട്ടറിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് VP റഷീദ് മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 വർഷങ്ങൾക്ക് മുമ്പ് താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായിക്കൊണ്ട് തന്നെ ഞങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട ഒരു കാര്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അത് ഞങ്ങൾ വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാർഡ് കമ്മിറ്റികളെ വളരെ സജീവമാക്കുകയും അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ വിഷയങ്ങളുടെ പേരിൽ മാറി നിൽക്കുന്ന ആളുകളൊക്കെ സംഘടനയോട് കൂടി അടുപ്പിച്ച് അവരൊക്കെ സംഘടനാ രംഗത്ത് സജീവമാക്കുകയും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലുള്ള വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുന്നത്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വാർഡ് കമ്മിറ്റികളും വളരെ സജീവമായി തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ വളരെ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ആശങ്ക ഇയറിങ്ങിന് ഇവരൊക്കെ പഞ്ചായത്തിൽ ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വളരെ ആവേശത്തോടു കൂടി ചെറുപ്പക്കാർ ഇയറിങ്ങിന് വരെ പഞ്ചായത്തിൽ ഹാജരാകുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ കഴിയുന്നു. പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് നിങ്ങൾക്ക് VP റഷീദ് മാഷിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും നമ്മുടെ കഴിഞ്ഞ ബോർഡിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരും അവിടെ പഞ്ചായത്ത് ഓഫീസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു മാസത്തിലധികം കാലം പഞ്ചായത്തിൽ ഞങ്ങൾ ക്യാമ്പ് ചെയ്യുകയുണ്ടായി. അങ്ങനെ നമ്മൾ വളരെ വ്യവസ്ഥാപിതമായി നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികളും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായി പഞ്ചായത്ത് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് വിജയം കാണാൻ കഴിയും. ഇപ്രാവശ്യം UDF 24 സ്ഥാനാർത്ഥികളെയും വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അതാത് പ്രദേശങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങൾക്കും പൊതുപ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന വളരെ സജീവമായിട്ട് ആളുകൾ തന്നെയാണ് സ്ഥാനാർത്ഥികളായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അവരിൽ 16 ആളുകളെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. നമുക്ക് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾ CPMൻ്റെ കോട്ടകളിൽ വരെ വലിയ ഒരു മത്സരം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള UDFൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. 21-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യും. അതിനുശേഷം 26-ാം തീയതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ജനങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ UDFന് ജനങ്ങൾ ഈ താഴേക്കോട് പഞ്ചായത്തിലുള്ള വോട്ടർമാർ അധികാരത്തിലേറ്റിട്ടുള്ളത് അവർക്ക് ഉദ്ദേശിക്കുന്ന ഉദ്ദേശ രൂപത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് UDFൻ്റെ മെമ്പർമാരും അതിന് എല്ലാ പിന്തുണയും നൽകി ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ UDFൻ്റെ നേതാക്കന്മാരും സജീവമായി അവരുടെ കൂടെ ഉണ്ടാവും, ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കൂടി ഉറപ്പ് നൽകുക. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായി തന്നെ പോയിന്റുകൾ വെച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ MT അഫ്സൽ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു 3 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം ഇവിടെ പ്രതികരിക്കുകയുണ്ടായി. ഇനി ഏതായാലും നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. പോഷകഘടകങ്ങൾ എന്നുള്ള നിലക്ക് നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മുടെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും അവർ സൂചിപ്പിക്കും. അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
പ്രസിഡന്റ് എന്താണ് നമ്മളെ പോഷക ഘടകങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? പോഷക ഘടകങ്ങൾ വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗ് അവരുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ശാഖാതലങ്ങളിലൊക്കെ കമ്മിറ്റികൾ രൂപീകരിക്കുകയും സമ്മേളനങ്ങൾ നടത്തുകയും പഞ്ചായത്ത് സമ്മേളനം നടത്തി. അങ്ങനെ യുവജനങ്ങളെ ഒന്ന് ഇളക്കി മറിക്കുന്നതിന് യൂത്ത് ലീഗിന് സാധിച്ചത് അത് വലിയൊരു ഗുണം ഇതിനായിരുന്നു. 100%. അത് ഈ ഇലക്ഷനോടനുബന്ധിച്ച് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വരികയും ചെയ്തപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരികയും നല്ലൊരു മെച്ചുണ്ടാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ MSFൻ്റെ പുതിയ കമ്മിറ്റി വന്നിട്ട് കൊടികുത്തി മലയിൽ പിന്നെ നമ്മുടെ MSFൻ്റെ വിദ്യാർത്ഥികൾ ഹരിത വിഭാഗത്തെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ KMCC നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഹരിതാപം എന്നൊരു പരിപാടി നമ്മുടെ ഷാലിമാർ ഓഡിറ്റോറിയം ഏറ്റവും ചർച്ചയായ വിഷയമാണ്. അതെ, സ്ത്രീകളെ നമുക്ക് ഈ ഇലക്ഷനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ നമ്മളിലേക്ക് അടുപ്പിക്കാനത് വളരെയധികം കാരണമായിരുന്നു. പിന്നെ STU അവരും നന്നായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ ഘടകങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്താനും സാധിച്ചു എന്നുള്ളതാണ്. അത് വലിയൊരു മെച്ചമാണ് കിട്ടിയത്. സ്ഥാനാർത്ഥിത്വത്തിനും വന്നു. കാരണം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ നമ്മുടെ മത്സര ലിസ്റ്റിലുണ്ടായിരുന്നു, STUവിൻ്റെ ആളുകളുണ്ടായിരുന്നു, വനിതാ ലീഗുണ്ട്, മുസ്ലിം ലീഗുണ്ട്. അങ്ങനെ ഏറ്റവും പുതുമയാർന്ന ഒരു ലിസ്റ്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വിജയത്തിൻ്റെ തിളക്കം കൂട്ടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പിന്നെ നമ്മളെ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു കാൽനട പ്രചരണ ജാഥ മുക്കുമ്പുറത്ത് നിന്ന് താഴേക്കോട്ടേക്ക് വളരെ ശ്രദ്ധേയമായിരുന്നു. നമ്മുടെ ഈ മെസ്സേജ് താഴെ തട്ടിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചത് ആ ഒരു പരിപാടിയൊക്കെ വളരെ ഗുണകരമായിട്ടുണ്ട് എന്നതാണ്. പിന്നെ മറ്റ് സമരങ്ങൾ പഞ്ചായത്തിനെതിരെ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച സമരങ്ങളെല്ലാം പത്രവാർത്തകളിലും ചാനലുകളിലൊക്കെ വളരെ ചർച്ചയായിട്ട് വന്നതാണ്. നിയമസഭാ മോഡൽ പ്ലക്കാർഡ് എഴുതിയ സമരം വരെ നമ്മളത് നടത്തുന്നുണ്ട്. കാരണം അംഗനവാടി പ്രശ്നത്തിലൊക്കെ നമ്മൾ നടത്തുന്നുണ്ടായി. അതുപോലെ നമ്മുടെ കൂലിക്കുണ്ട് നമ്മുടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിരവധി സമരമുറകൾ നടത്തിയതിനു ശേഷമാണ് പഞ്ചായത്ത് ഭരണ സമിതി അതിലേക്ക് ശ്രദ്ധ തിരിച്ചത്. ആരോഗ്യരംഗത്തുള്ള പരാജയങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ 53 കോടി രൂപ ലാപ്സാക്കിയ വിഷയം ജനങ്ങളുടെ ഇടയിൽ വളരെ ലൈവായിട്ട് ചർച്ച വന്നു. അപ്പോൾ ഇവർ ഭരണത്തിന് കഴിവില്ലാത്തവരാണ് എന്നുള്ള ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാകുകയും ജനങ്ങൾ അത് അനുഭവിക്കുകയും ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് പാർട്ടി ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയതിൻ്റെ റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഉണ്ടായത്. പോഷക ഘടകങ്ങളെ കുറിച്ചിപ്പോൾ റഷീദ് മാഷ് സംസാരിച്ചു. അതിൽ പിന്നെ ബാക്കിയുള്ള പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി സൂചിപ്പിക്കുമെന്ന് അദ്ദേഹത്തെ അതിനോട് ക്ഷണിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നമ്മളൊരു ജിസാൻ പാർക്കിൽ വെച്ചൊരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അവിടുന്ന് ആണ് നമ്മൾ തെരഞ്ഞെടുപ്പുമായി പ്രവർത്തനങ്ങൾക്കുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിയത്. ആ രൂപരേഖ തയ്യാറാക്കിയതിന് ശേഷം എല്ലാ പോഷക സംഘടനകളും മുസ്ലിം ലീഗ് കമ്മിറ്റിയെ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പരിപാടികൾ നടത്തിയത് റഷീദ് സൂചിപ്പിച്ചു. അത് നമ്മൾ എടുത്തു പറയേണ്ട പിന്നെ ഒരു പോഷക സംഘടനയാണ് വനിതാ ലീഗ്. വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത രൂപത്തിലുള്ള വളരെ സജീവമായ ഒരു ഇടപെടലും വലിയൊരു പ്രവർത്തനമാണ് താഴേക്കോട് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ ക്യാമ്പുകൾ. നമ്മൾ 2025 നമ്മളെ KMCCയുടെ ഹരിതാപം 2025 വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയി വനിതാ ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയാണ്. അതുകൂടാതെ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി അവർക്ക് കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ 50 അംഗ പിന്നെ സ്ക്വാഡ് രൂപീകരിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട എല്ലാ വാർഡുകളിലും ആ സ്ക്വാഡ് വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ആ സ്ഥലങ്ങളിലെത്തി അവിടെ ഹൗസ് ക്യാമ്പയിൻ നടത്തി നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾക്ക് അവർ നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും വനിതാ ലീഗിൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കമ്മിറ്റി വന്നതിന് ശേഷം 4 തെരഞ്ഞെടുപ്പുകളെ നമുക്ക് നേരിടേണ്ടി വരും. ഒന്ന് അരക്കുറവ് സർവീസ് ആകേണ്ടത്, താഴേക്കോട് സർവീസ് ആകേണ്ടത്. ഈ 2 തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വലിയ വിജയം നേടാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് നമ്മൾ ET മുഹമ്മദ് ബഷീർ സാഹിബിന് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകാൻ കഴിഞ്ഞത് താഴേക്കോട് പഞ്ചായത്ത്. അത് കഴിഞ്ഞ് 4ാമത്തെ തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ പ്രദേശ ഭരണ. ഇതിലും പാർട്ടി ഉദ്ദേശിച്ച രൂപത്തിലുള്ള ഒരു വിജയത്തിലേക്ക് തന്നെ നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം. അതിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയിട്ടുള്ള പ്രതിഷേധ സമരങ്ങളാകട്ടെ മറ്റുള്ള എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രൂപത്തിൽ വലിയ രൂപത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് എല്ലാ പോഷക സംഘടനകളും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വാർഡ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ കാരണവന്മാരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. ഇതൊക്കെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു ഭരണം കാഴ്ചവെച്ച് ജനങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു.
ഏതായാലും കൃത്യമായി പ്രതികരിച്ചു. ഒരു KMCCയുടെ ഒക്കെ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് കൂടി നമ്മൾ ജനറൽ സെക്രട്ടറിയോട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. പ്രവാസികളുടെ ഒരു ഈ തിരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം എത്രത്തോളം നമുക്ക് ഗുണം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കും. അതിലെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുക്കുന്ന ഹരിതാപം 2025 എന്നൊരു മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഷാലിമാർ കൊടുത്ത് നടത്തിക്കൊണ്ടാണ് നമ്മൾ തുടക്കം കൊടുക്കുന്നത്. ഇപ്പോൾ KMCCയെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ഓരോ പ്രവർത്തനങ്ങളിലും വളരെ ആശങ്കയോട് കൂടിയിട്ട് നമ്മളെ തെരഞ്ഞെടുപ്പ് രംഗത്താണ് മറ്റു പ്രവർത്തനങ്ങൾക്ക് വളരെ കാണുന്ന ആളുകളുണ്ടാവും. അവർ നമ്മുടെ പാർട്ടിയെ നെഞ്ചിലേറ്റി പാർട്ടി അധികാരത്തിൽ വരണം, പാർട്ടി ശക്തിപ്പെടണമെന്ന് ആവശ്യമുള്ള വളരെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. ഇപ്പോൾ അവിടെ പ്രവാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ റിസൾട്ട് വന്ന സമയത്തൊക്കെ നമുക്കതിൻ്റെ വീഡിയോസുകൾ വന്നു. ഓരോ റൂമിലും അതുപോലെ തന്നെ ഹോട്ടൽ മുറികളിലും ഇരുന്നാണ് അവർ നമ്മുടെ റിസൾട്ട് കാണുന്നത്. അപ്പോൾ അവിടുത്തെ നിയമങ്ങളും മറ്റുമൊന്നും അനുശാസിക്കാത്തത് കൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ആഹ്ലാദ പ്രകടനമോ അല്ലെങ്കിൽ ഒരു ആഹ്ലാദ പരിപാടികളോ നടത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ കൊടി എഴുതിക്കൊണ്ട് ആ ഹാളിൽ പ്രകടനം നടത്തുന്ന നമ്മുടെ പ്രവാസികളായിട്ട് KMCC ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് KMCC പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയിട്ടുള്ള ഒരാളാണ്. നേരിട്ട് അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മൾ ഒരുപാട് കാലം പ്രവാസിയായ വ്യക്തി എന്നുള്ള നിലക്ക് കൂടിയാണ് പറഞ്ഞത്. അവിടെ നമ്മൾ സാധാരണ ഇങ്ങനത്തെ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നടത്താറുള്ളത് അവിടെ ഒരു ഹോട്ടൽ മുറികളിലൊക്കെ നമ്മൾ ലഡു വിതരണം ചെയ്തും അതുപോലെ തന്നെ ഗാനമേളകൾ സംഘടിപ്പിച്ചും കൊടിയേന്തിയും ആവേശമലതള്ളി മുദ്രാവാക്യമൊക്കെ ആ റൂമിൻ്റെ ഉള്ളിലൊക്കെ വിളിച്ചുകൊണ്ട് ചെയ്യുന്ന ആ ഒരു സംഭവം ഇപ്രാവശ്യം നമുക്ക് കാണുന്നത്. എന്നാൽ അത്രത്തോളം പ്രവാസികൾ KMCC നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ എൻജോയിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവിധ സഹായങ്ങളും പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ഈ സമയത്ത് സൂചിപ്പിക്കും. ഈ ഒരു താഴക്കോട് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കാലങ്ങളായിട്ട് നമുക്ക് 2 ഭരണസമിതികൾ ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഭരണസമിതികളായിരുന്നു. ഒന്ന് പെട്ടമണ്ണ റീന പ്രസിഡൻ്റായ ഒരു കാലഘട്ടത്തിലും അതുപോലെ തന്നെ AK നാസർ മാസ്റ്റർ പ്രസിഡൻ്റായ കാലഘട്ടത്തിലും. അതിൽ പ്രിയങ്കരനായ റഷീദ് മാഷെക്കുറിച്ച് ഒന്ന് പ്രതിപാദിക്കേണ്ടതുണ്ട്. കൃത്യമായും ഈ തുല്യതാ പഠിതാക്കൾക്ക്, അതായത് ജാലകം എന്ന പദ്ധതിയിലൂടെ ഏകദേശം 900ഓളം പഠിതാക്കൾക്ക് ഒരു അവസരമൊരുക്കിയ ഒരു കാലഘട്ടമായിരുന്നു അതിൻ്റെ ജാലക പദ്ധതിയുടെ കോർഡിനേറ്റർ എന്നുള്ള നിലക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഈ താഴക്കോട് ഗ്രാമപഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കൃത്യമായി പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ്. അതേക്കുറിച്ച് ഏതായാലും അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഒക്കെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അന്ന് നടത്തിയ പദ്ധതിയുടെ ഒരു 2 മിനിറ്റ് അദ്ദേഹം ഒന്ന് വിശദീകരിക്കും. അത് അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുക. 2010 ഞാൻ മെമ്പറാകുന്ന സമയത്ത് പെട്ടമണ്ണ റീനയാണ് പ്രസിഡന്റ്, നാസർ മാഷ് വൈസ് പ്രസിഡന്റാണ്. അന്ന് നമ്മൾ വെച്ച പരിപാടികൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശ്രദ്ധേയമായ കേരള സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ ധാരാളം പദ്ധതികൾ നമ്മൾ വെച്ചിരുന്നു. അതിൽ ജാലകം എന്ന് പറഞ്ഞ പരിപാടിയുടെ കോർഡിനേറ്റർ ഞാൻ തന്നെയായിരുന്നു. SSLC എഴുതാൻ കഴിയാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് കുടുംബിനികൾക്ക്, അവർ നേരത്തെ കെട്ടിച്ചു പോകുന്ന സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. അവർക്ക് SSLC എഴുതുന്നതിന് വേണ്ടി താഴക്കോട് പഞ്ചായത്തിലെ അമ്മിക്കാട് തൊട്ട് തെയ്യോട്ടിത്തറ വരെയുള്ള 15 സ്കൂളുകൾ സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ പ്രത്യേക കോച്ചിങ് ക്ലാസ്സൊക്കെ നടത്തി ധാരാളം ആളുകൾ SSLC പാസ്സാക്കി കിട്ടുന്നതിന് നമുക്ക് സാധിച്ചു. പല ആളുകൾക്കും PSC എഴുതാനും അതുപോലെ തന്നെ ജോലിയിലൊക്കെ കയറാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവർ പ്രത്യേകം ഇപ്പോഴും കാണുമ്പോൾ സന്തോഷം നമ്മൾ പങ്കുവെക്കാറുണ്ട്. അതായത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുമായി അന്ന് 10-700 ആളുകളുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ എനിക്ക് നന്നായിട്ട് സാധിച്ചിരുന്നു. അവരിപ്പോഴും കണ്ട മാഷെ സാറേ എന്ന് പറഞ്ഞിങ്ങനെ വരുന്നൊരവസ്ഥയാണ്. പിന്നെ അന്ന് വിജയരഥം, വിജയവേലി, വിദ്യാദീപം ഇങ്ങനെ 3-4 ഹൈലൈറ്റ് പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പാക്കിയിരുന്നു. അത് വളരെ ശ്രദ്ധേയവും ചർച്ചയും ചെയ്യപ്പെട്ട കേരള സംസ്ഥാനത്ത് തന്നെ വളരെ നല്ല പ്രോഗ്രാമുകളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. കഴിഞ്ഞ ടേമിൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പ്രതിപക്ഷത്തായിരുന്നു. പല നിർദ്ദേശങ്ങളും ഞാൻ വെച്ചിരുന്നെങ്കിലും പക്ഷെ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കൊടുത്ത ഭരണസമിതി തയ്യാറായിട്ടില്ല. ഏതായാലും ഇനി വരാവുന്ന ഭരണസമിതിയിൽ നമുക്ക് കൃത്യമായി ഇടപെടാൻ കഴിയുമെന്ന് ആണ് നമ്മുടെ പ്രതീക്ഷ. അത് ഇടപെടും ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തൊക്കെ പരമാവധി പരിപാടികൾ നടപ്പാക്കും. പിന്നെ നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ നടത്തിയ 2 പരിപാടികളും കലാശപ്പെട്ടു. അതിൽ നമുക്ക് ധാരാളം ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായില്ല. വന്ന് ഞങ്ങൾ താഴെക്കോട് സമാപിച്ചു. വളരെ നല്ല പരിപാടികൾ, കളർഫുൾ പ്രോഗ്രാമായി, ഒരു ബുദ്ധിമുട്ടും നാട്ടുകാർക്കൊന്നും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള പരിപാടി നടത്തി. പിന്നെ സാധാരണയായി ആഹ്ലാദ പ്രകടനം അത് വളരെ വലുതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഒരു പരിപാടിയാണ്. താഴെക്കോട് പഞ്ചായത്തിൻ്റെ അമ്മിക്കാട് തൊട്ട് തിരഞ്ഞെടുക്കാൻ വരെ വളരെ നല്ല രൂപത്തിൽ ജനപങ്കാളിത്തത്തോടു കൂടി നമ്മുടെ കുട്ടികൾ ആ പരിപാടിയിൽ 1000കണക്കിന് ആളുകളെ പങ്കെടുത്തു. അത് നയനമനോഹരമായ ഒരു കാഴ്ചയാണ്.
എല്ലാവരും പ്രശംസിക്കപ്പെട്ടു. പക്ഷെ ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് കരിങ്കല്ലത്താനെ കൊണ്ടുപോയി 7 മണിക്ക് തന്നെ സമാപിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടായി. അതിൽ എനിക്ക് തോന്നുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ ഉത്സവത്തിൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരുടെയും മനം കവർന്ന ഒരു പരിപാടിയായി നടത്തുന്നതിന് വേണ്ടി താഴെക്കോട്ടെ ജനങ്ങൾ നമ്മുടെ കൂടെ നിന്നു. അതിന് പ്രത്യേകം നന്ദി കൂടി അവസരത്തിൽ രേഖപ്പെടുത്തുക. പിന്നെ അപ്പോൾ ഇന്നത്തെ ദിനം നമ്മളെ വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ താഴെക്കോട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ച അതിൻ്റെ ഒരു ആവേശത്തിൽ അതിൻ്റെ നേതൃത്വം നൽകിയ നേതൃപാടവമുള്ള നേതാക്കൾ എന്നുള്ള നിലക്ക് കൃത്യമായി പ്രസിഡന്റ് ഇ.പി. റഷീദ് മാസ്റ്റർ, തെരഞ്ഞെടുപ്പിൻ്റെ ജനറൽ കൺവീനർ എന്നുള്ള നിലക്കും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ചുക്കാൻ പിടിച്ച മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് MT അഫ്സൽ അടക്കമുള്ളവർ കൃത്യമായി തന്നെ ഈ സംബന്ധിച്ച് പ്രതികരിച്ചു എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് ബോധ്യമായി. നമുക്ക് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റും അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഒന്നിനൊന്ന് മെച്ചമുള്ള സ്ഥാനാർത്ഥികളെയാണ് വാർഡ് കമ്മിറ്റികളും നേതൃത്വവും തീരുമാനിച്ചിട്ടുള്ളത്. കൃത്യമായും അവരുടെ ഭരണപാഠവും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യങ്ങളുള്ള ആളുകളല്ല, കൃത്യമായി അവർക്ക് കൃത്യമായി പാഠവമുള്ള പരിജ്ഞാനമുള്ള വ്യക്തിത്വങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോഷക ഘടകങ്ങൾക്കൊക്കെ അർഹമായ പരിഗണന നൽകി ഉള്ള ഒരു ലിസ്റ്റായിരുന്നു അവർ പ്രസിദ്ധീകരിച്ചത്. ഏതായാലും കൃത്യമായി നല്ലൊരു ഭരണ മുന്നേറ്റം നടത്താൻ ഈ നേതൃത്വത്തിനും അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത മെമ്പർമാർക്കും സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഈ ജാലകം എന്ന പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു പഠിതാവ് എന്നുള്ള നിലക്ക് കൂടിയാണ് ഞാൻ റഷീദ് മാഷോട് ആ വിഷയം ചോദിച്ചത്. ഏതായാലും കൃത്യമായി അതേക്കുറിച്ചൊക്കെ റഷീദ് മാഷ് പ്രതികരിച്ചു. ഏതായാലും കൃത്യമായും ഈ സമയത്ത് നമുക്ക് സമയം അനുവദിച്ചതിന് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് UDF.